നമസ്കാരം. ലോകത്തിലെ പ്രധാന മതങ്ങളെയെല്ലാം നോക്കിയാൽ അവയുടെ തുടക്കത്തിൽ നിന്ന് കാലക്രമേണ ഒരുപാട് മാറ്റങ്ങൾ വന്നതായി കാണാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ ആരുമത്ര ശ്രദ്ധിക്കാത്ത അതിശയിപ്പിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെയൊന്ന് ആലോചിച്ചു തുടങ്ങാം. ലോകത്തിലെ മഹത്തായ മതങ്ങളുടെ എല്ലാം സ്ഥാപകർ അവർ ഇന്ന് തിരികെ വന്നു എന്ന് കരുതുക. അപ്പോൾ അവർ കാണുന്നത് അവർ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെയായിരിക്കുമോ? ചിലപ്പോൾ അവർക്ക് സ്വന്തം മതത്തെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ലെങ്കിലോ? ഈയൊരു ചിന്തയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയത്തിന്റെ കാതൽ. സത്യം പറഞ്ഞാൽ മതങ്ങളുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണാം. ഒരു പ്രവാചകന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സന്ദേശം പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നു. ഇത് ഒന്നോ രണ്ടോ തവണ സംഭവിച്ചതല്ല, മറിച്ച് മിക്കവാറും എല്ലാ മതങ്ങളിലും ആവർത്തിച്ചു കാണുന്ന ഒരു രീതിയാണ്. ഈയൊരു വാദത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് ബുദ്ധമതത്തിൽ നിന്ന് തന്നെ കിട്ടും. ഗൗതമബുദ്ധന്റെ പിൻഗാമിയുടെ കഥയിലൂടെ ഈ പാറ്റേൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കഥയിലെ പ്രധാന വ്യക്തിയാണ് ആനന്ദൻ. ധർമ്മത്തിന്റെ സംരക്ഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം ബുദ്ധന്റെ ഉപദേശങ്ങൾ ഒരു മാറ്റവും വരുത്താതെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബുദ്ധൻ തന്നെ നേരിട്ട് തിരഞ്ഞെടുത്ത ആളായിരുന്നു അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ ആ മതത്തിന്റെ ഭാവി മുഴുവൻ ആനന്ദന്റെ കൈകളിലായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആനന്ദൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത്? ബുദ്ധന് 55 വയസ്സുള്ളപ്പോൾ തന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വസ്തനായ ഒരാൾ വേണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്: എനിക്ക് വിശ്വസ്തനും ആശ്രയിക്കാൻ കൊള്ളാവുന്നവനുമായ ഒരു പരിചാരകൻ വേണം. ഈയൊരു പ്രഖ്യാപനം കേട്ടതും പല സന്യാസിമാരും ആ സ്ഥാനത്തിനു വേണ്ടി മുന്നോട്ടു വന്നു. പക്ഷേ ആനന്ദൻ മാത്രം ഒന്നും മിണ്ടാതെ വിനയത്തോടെ മാറി നിന്നു. കാരണം ഏറ്റവും യോഗ്യനായ ആളെ ബുദ്ധൻ തന്നെ തിരഞ്ഞെടുക്കും എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. ഈയൊരു പ്രവൃത്തിയാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് ശരിക്കും വ്യത്യസ്തനാക്കിയത്. ആനന്ദന്റെ ഈ വിനയവും നിസ്വാർത്ഥതയും ബുദ്ധന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അധികാരത്തിനു വേണ്ടി ആഗ്രഹിക്കാത്ത ഒരാൾക്ക് മാത്രമേ തന്റെ സന്ദേശം അതിന്റെ തനിമയോടെ സംരക്ഷിക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യൻ ആനന്ദൻ തന്നെയാണെന്ന് ബുദ്ധൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം ശുഭമായി അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതും, അല്ലേ? ബുദ്ധൻ തന്നെ തിരഞ്ഞെടുത്ത ആളുണ്ട്, ഇനി പ്രശ്നമില്ലല്ലോ. പക്ഷേ ബുദ്ധന്റെ മരണശേഷം എന്ത് സംഭവിച്ചു? അവിടെയാണ് കഥയിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് വരുന്നത്. ബുദ്ധൻ കൃത്യമായി ഒരു പിൻഗാമിയെ ഏൽപ്പിച്ചിട്ട് പോയിട്ടും അദ്ദേഹത്തിന്റെ മരണശേഷം കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. ഒരു അധികാര വടംവലി തുടങ്ങി. അതോടെ ബുദ്ധന്റെ യഥാർത്ഥ സന്ദേശം വഴിമാറിപ്പോകാനും തുടങ്ങി. സംഭവിച്ചത് ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ബുദ്ധൻ നേരിട്ട് തിരഞ്ഞെടുത്ത ആനന്ദനെ അദ്ദേഹത്തിന് പൂർണ്ണമായ ജ്ഞാനോദയം കിട്ടിയിട്ടില്ല എന്നൊരു കാരണം പറഞ്ഞ് സന്യാസിമാരിലെ ഒരു പ്രബല വിഭാഗം മാറ്റി നിർത്തി. ബുദ്ധന്റെ ഉപദേശങ്ങളെല്ലാം ക്രോഡീകരിക്കാനായി വിളിച്ചു ചേർത്ത ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം കൗൺസിലിൽ നിന്ന് ആനന്ദനെ അവർ ഒഴിവാക്കി. ആനന്ദനെ മാറ്റി നിർത്തിയപ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വന്നു, കസ്യപൻ. ആനന്ദനോട് പണ്ടേ വ്യക്തിപരമായ എതിർപ്പുണ്ടായിരുന്ന ആളായിരുന്നു കസ്യപൻ. അദ്ദേഹത്തിന്റെ വരവോടെ ബുദ്ധന്റെ യഥാർത്ഥ പിൻഗാമിയും ഈ പുതിയ അധികാരകേന്ദ്രവും തമ്മിൽ നേരിട്ടുള്ളൊരു സംഘർഷം തുടങ്ങി. കസബന്റെ വെല്ലുവിളിയുടെ ധാർഷ്ട്യം എത്രത്തോളമുണ്ടെന്ന് നോക്കൂ. അദ്ദേഹം ആനന്ദനോട് നേരിട്ട് ചോദിക്കുകയാണ്: സുഹൃത്തെ ആനന്ദ, ഭഗവാൻ പുകഴ്ത്തിയത് നിന്നെ മാത്രമാണോ, അതോ എന്നെപ്പോലുള്ളവർക്കും ആ സ്ഥാനം നേടാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇത് വെറുമൊരു ചോദ്യമല്ല, ഇനി ഞാനാണിവിടുത്തെ നേതാവെന്ന് സ്ഥാപിക്കാനുള്ള ഒരു തുറന്ന ശ്രമമായിരുന്നു അത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരുന്നു. ഒരാൾ ബുദ്ധൻ തന്നെ തിരഞ്ഞെടുത്ത യഥാർത്ഥ സംരക്ഷകനായ ആനന്ദൻ, മറ്റൊരാൾ സ്വയം നേതാവായി പ്രഖ്യാപിച്ച കസ്സബൻ. അവരുടെ ആശയങ്ങളിലും ഈ വ്യത്യാസം പ്രകടമായിരുന്നു. ഉദാഹരണത്തിന്, സ്ത്രീകളെയും ധർമ്മം പഠിപ്പിക്കണമെന്ന് ആനന്ദൻ വാദിച്ചപ്പോൾ കസ്സബൻ അതിന് ശക്തമായി എതിർത്തു. ഇത് ബുദ്ധന്റെ യഥാർത്ഥ സന്ദേശത്തിൽ നിന്നുള്ള ആദ്യത്തെ വലിയ വ്യതിയാനങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഈ ആനന്ദന്റെയും കസ്സബന്റെയും കഥ ബുദ്ധമതത്തിൽ മാത്രം സംഭവിച്ച ഒരൊറ്റപ്പെട്ട കാര്യമാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷെ അല്ല. നമ്മളിപ്പോൾ കണ്ട ഈ അധികാര വടംവലിയുടെയും സന്ദേശം വളച്ചൊടിക്കപ്പെടുന്നതിൻ്റെയും അതേ മാതൃക ലോകത്തിലെ മറ്റു പ്രമുഖ മതങ്ങളിലും ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പാറ്റേൺ എത്ര വ്യക്തമാണെന്ന് നോക്കൂ. ബുദ്ധമതത്തിൽ ബുദ്ധൻ തിരഞ്ഞെടുത്ത ആനന്ദിനെ കസ്സബൻ തഴയുന്നു. ഇനി ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ പ്രവാചകൻ മുഹമ്മദ് പിൻഗാമിയായി കണ്ടിരുന്ന അലി ഇബ്ൻ അബി താലിബിനെ മറ്റ് സഹചാരികൾ ചേർന്ന് അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ക്രിസ്തുമതത്തിലാണെങ്കിലോ യേശുവിന്റെ സ്നേഹവും കരുണയും നിറഞ്ഞ സന്ദേശത്തിൽ നിന്ന് മാറി നിയമങ്ങളിലും ചിട്ടകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പൗലോസിന്റെ വ്യാഖ്യാനങ്ങൾ പിന്നീട് മുഖ്യധാരയായി മാറിയെന്നും ഈ ഉറവിടം വാദിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് ഒരേ കഥയുടെ പല പതിപ്പുകളാണ്.
അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പഴയകാല അധികാര തർക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? കാരണം ഇന്ന് നമ്മൾ മതങ്ങളുടെ പേരിൽ കാണുന്ന പല ഭിന്നതകളുടെയും തർക്കങ്ങളുടെയും വേരുകൾ ഒരുപക്ഷെ ഈ ചരിത്രപരമായ വഴിതിരിവുകളിലായിരിക്കാം. യഥാർത്ഥ സന്ദേശങ്ങളിൽ മാറ്റങ്ങൾ വന്നപ്പോഴുണ്ടായ ആ വിടവുകളാണ് പിന്നീട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളായി വളർന്നത്. പക്ഷേ ഈ ഭിന്നതകൾക്കിടയിലും ഒരു പ്രതീക്ഷയുണ്ട്. കാലം ഒരുപാട് കഴിഞ്ഞിട്ടും പല മാറ്റങ്ങൾ വന്നിട്ടും എല്ലാ മതങ്ങളുടെയും ഉള്ളിൽ സ്നേഹം, കരുണ, സത്യം തുടങ്ങിയ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടല്ലേ? ഈ പൊതുവായ മൂല്യങ്ങൾ കാണിക്കുന്നത് ഒരുപക്ഷേ എല്ലാ മതങ്ങളുടെയും ഉറവിടം ഒന്നാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യത്തിനു മുന്നിലാണ് എത്തിക്കുന്നത്. എല്ലാ മതങ്ങളുടെയും യഥാർത്ഥ സന്ദേശങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എപ്പോഴൊക്കെയോ വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഈ മാറ്റങ്ങളുടെയും വളച്ചൊടിക്കലുകളുടെയും എല്ലാം അടരുകൾക്ക് താഴെ ഒരുപക്ഷെ എല്ലാ മനുഷ്യർക്കുമായി ഒരു പൊതുവായ സത്യം ഒളിഞ്ഞിരിപ്പുണ്ടാവുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?